നമസ്കാരം. സൂര്യദീപം അസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വർഷത്തെ കൃഷ്ണ അഷ്ടമി ഓഗസ്റ്റ് 26 തിങ്കളാഴ്ച പുലർച്ചെ 3:39 ആരംഭിച്ച് 27 ചൊവ്വാഴ്ച പുലർച്ചെ 2:19 അവസാനിക്കുന്നതാണ്. ഇതിൽ ശ്രീകൃഷ്ണ ഭഗവാന്റെ ജന്മസമയം എന്ന് പറയുന്നത് ചന്ദ്രപഞ്ചാംഗം അനുസരിച്ച് ശ്രാവണ മാസത്തിലെ കറുത്ത പക്ഷത്തിലെ അഷ്ടമിയും അതോടൊപ്പം രോഹിണി നക്ഷത്രവും ചേരുന്ന അർദ്ധരാത്രിയാണ് കൃഷ്ണ ഭഗവാന്റെ ജന്മസമയം എന്ന് പറയുന്നത്. ഈ ദിവസം എന്ന് പറയുന്നത് സാധാരണ ദിവസങ്ങളെ അപേക്ഷിച്ച് 100 മടങ്ങ് ശ്രീകൃഷ്ണ ഭഗവാന്റെ അനുഗ്രഹം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. നമ്മുടെ ജീവിതത്തിലെ സർവ്വ കഷ്ടതകളും മാറി സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാവാൻ കൃഷ്ണ അഷ്ടമി ദിവസം പൊതുവായി ചെയ്യുന്ന ചിട്ടവട്ടങ്ങളും കൂടാതെ കൃഷ്ണ അഷ്ടമിക്ക് ശേഷം ഉയർച്ച ഉണ്ടാകാൻ പോകുന്ന നക്ഷത്രക്കാർ പാലിക്കേണ്ട ചെറിയ ചില കാര്യങ്ങളുമാണ് ഇതിലൂടെ പറയുന്നത്. ഇതിൽ പ്രധാനമായും ചെയ്യേണ്ടത് പകൽ മുഴുവൻ ഉപവസിച്ച്, ഈ ഉപവാസം എന്ന് പറയുമ്പോൾ പ്രത്യേകം ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതാണ്. ആരോഗ്യം അനുസരിച്ച് മാത്രം ഉപവസിക്കുക. ഉപവാസം എന്നാൽ പലരും തെറ്റിദ്ധരിച്ചിരിക്കുന്ന ഒരു കാര്യം പട്ടിണി കിടക്കുക എന്നതാണ്. എന്നാൽ യഥാർത്ഥത്തിൽ അർത്ഥമാക്കുന്നത് അനാവശ്യ ചിന്തകളെല്ലാം മാറ്റി ദേഹശുദ്ധി വരുത്തി മിതമായ സംസാരവും മിതമായ ആഹാരവും നമ്മളുടെ ആരോഗ്യമനുസരിച്ച് ആരോഗ്യത്തിന് ഹാനി വരാതെ ഇരിക്കാൻ പാകത്തിന് മാത്രം ആഹാരവും കഴിച്ച് നാമജപങ്ങൾ കൊണ്ട് മനസ്സിനെ നിയന്ത്രിച്ച് മനസ്സും ശരീരവും ഭഗവാനിൽ അർപ്പിക്കുന്നതാണ് ഏറ്റവും ശരിയായ രീതി. ഇങ്ങനെ ഉപവസിച്ച ശേഷം അർദ്ധരാത്രിയിൽ ഭഗവാന്റെ ചിത്രത്തിന് മുന്നിലോ വിഗ്രഹത്തിന് മുൻപിലോ ആരതി ഒഴിഞ്ഞ് ഭഗവാന്റെ ജന്മസമയം കൊണ്ട് ആടാവുന്നതാണ്. നേദ്യമായിട്ട് മധുര പലഹാരങ്ങളും പഴവും അവലും സമർപ്പിക്കാവുന്നതാണ്. ഈ സമയം കൃഷ്ണ സ്തുതി ഗീതങ്ങൾ അന്തരീക്ഷത്തിൽ മുഴങ്ങുന്നത് വളരെ നന്നായിരിക്കും. ഇതില് ചെറിയൊരു സംശയം ഉടലെടുത്തേക്കാം. ജന്മസമയം എങ്ങനെ കണക്കാക്കാം എന്ന്. ഈ വർഷത്തെ ശ്രീകൃഷ്ണ ഭഗവാന്റെ ജന്മസമയമായി വരുന്നത് 26 പകൽ ഉപവസിച്ച ശേഷം രാത്രി 11:30 ജന്മസമയ ആഘോഷത്തിന് തുടക്കമാകാം. ഏകദേശം അർദ്ധരാത്രി 1:45 ശ്രീകൃഷ്ണ ഭഗവാന് നിവേദ്യ ഭവനത്തിലുള്ള എല്ലാവരും കൂടി പങ്കിട്ട് കഴിച്ച ശേഷം ആഘോഷം 2:19 അവസാനിപ്പിക്കാവുന്നതാണ്. ശ്രീകൃഷ്ണ ഭഗവാൻ നമ്മളുടെ വിഷമങ്ങൾ കണ്ട് അറിഞ്ഞ് ആ ദുരിതങ്ങളിൽ നിന്ന് നമ്മളെ കര കയറ്റുന്നതാണ്. ഈ പറഞ്ഞ വ്രതചര്യകൾ ശ്രീകൃഷ്ണ ജയന്തി ദിനത്തില് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സർവ്വ കഷ്ടതകളും മാറി സർവ്വ ഐശ്വര്യങ്ങളും നിങ്ങൾക്ക് ഉണ്ടാവുന്നതാണ്. കൂടാതെ ഇനി പറയുന്ന നക്ഷത്രക്കാർ തീർച്ചയായും ഈ വരുന്ന കൃഷ്ണ അഷ്ടമി ദിവസം ഉപവാസം അനുഷ്ഠിക്കുകയും ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ പോകുകയും ശ്രീകൃഷ്ണ ഭഗവാന് തുളസിമാല ചാർത്തുകയും ചെയ്തു കഴിഞ്ഞാൽ ഭഗവാന്റെ പ്രസാദം നിങ്ങളിൽ ഒരുപാട് ചൊരിയുന്നതായിരിക്കും. ഇനിയുള്ള ജീവിതം അങ്ങോട്ട് സുഖപ്രദമായി ഭവിക്കുന്നതാണ്. അങ്ങനെയുള്ള നക്ഷത്രങ്ങളായി വരുന്നത് രേവതി, തൃക്കേട്ട, ഉത്രം, അത്തം, രോഹിണി, ചോതി, പൂരാടം, ചതയം, വിശാഖം, തിരുവോണം, മൂലം എന്നീ നക്ഷത്രക്കാർക്കാണ്. തീർച്ചയായും ഈ നക്ഷത്രക്കാർ വീട്ടിലുണ്ടെങ്കിലോ അല്ലെങ്കിൽ നിങ്ങളുടെ നക്ഷത്രമാണെങ്കിലോ അവരോട് ഇപ്രകാരം ക്ഷേത്രത്തിൽ പോകുവാൻ പറയുക. എല്ലാ നക്ഷത്രക്കാരും ശ്രീകൃഷ്ണ ഭഗവാന്റെ ജന്മദിവസം ക്ഷേത്രത്തിൽ പോകുന്നത് വളരെ നല്ലതാണ്. അതുകൊണ്ട് എല്ലാവരും പ്രാർത്ഥനയോടെ മുന്നോട്ട് പോകുക. ഇതുപോലുള്ള വീഡിയോകൾ ലഭിക്കുവാൻ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.